വെനസ്വലൻ എണ്ണ വിൽക്കാൻ US തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. പുതുതായി കൊണ്ടുവരുന്ന US നിയന്ത്രിത ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും വ്യാപാരമെന്ന് ഒരു മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും വെനസ്വലൻ എണ്ണ വിൽക്കാൻ US തയ്യാറാണെന്ന് ഊർജ്ജ സെക്രട്ടറി ക്രിസ്റ്റഫർ റൈറ്റ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ വിപുലമായതും വർദ്ധിച്ചു വരുന്നതുമായ ഊർജ്ജ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വെനസ്വലൻ ക്രൂഡ് വാങ്ങുന്നത് പുനരാരംഭിക്കുന്നത് അനുവദിക്കാൻ US തയ്യാറാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് വിഷയത്തിൽ ചർച്ച പുരോഗമിക്കുകയാണെന്നും കൂട്ടിച്ചേർക്കലുണ്ട്. US വെനസ്വലൻ എണ്ണയുടെ വിപണനം പുനരാരംഭിക്കുകയാണെന്നും എന്നാൽ കർശനമായി നിയന്ത്രിത ഘടനയിൽ മാത്രമായിരിക്കുമെന്നും ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിൽ US ഊർജ്ജ സെക്രട്ടറി ക്രിസ്റ്റഫർ റൈറ്റ് പറഞ്ഞിരുന്നു. US ഗവൺമെന്റ് എണ്ണ വിപണനം ചെയ്യുമെന്നും റൈറ്റ് കൂട്ടിച്ചേർത്തു. നിലവിൽ സംഭരിച്ചിട്ടുള്ള 30 ദശലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ വെനസ്വലൻ എണ്ണ വിപണനം ചെയ്യാനാണ് US പദ്ധതിയിടുന്നതെന്നും തുടർന്ന് ഭാവി ഉൽപാദനത്തിൽ നിന്നുള്ള വിൽപ്പന തുടരുമെന്നും ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ റൈറ്റ് പറഞ്ഞു. US ഉപരോധങ്ങൾ വ്യാപാരം നിയന്ത്രിക്കുന്നതിനു മുൻപ് വെനസ്വലയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യ. സംസ്കരണശാലകൾക്ക് ആവശ്യമായ വലിയ അളവിലാണ് ഇന്ത്യ വെനസ്വലയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നത്. വെനസ്വലയുടെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മജൂറോയെ പുറത്താക്കിയതിനു ശേഷം പുതിയ ക്രമീകരണത്തിലൂടെ US 50 ദശലക്ഷം ബാരൽ വരെ വെനസ്വലൻ ക്രൂഡ് സംസ്കരിച്ച് വിൽക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥർ, ലോകത്തിലെ ഏറ്റവും വലിയ ചില എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ എന്നിവരുമായി കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഈ നീക്കം ഒരു സാമ്പത്തിക അവസരമായും രാഷ്ട്രീയ പുനഃക്രമീകരണമായുമാണ് ട്രംപ് അവതരിപ്പിച്ചത്. ഞങ്ങളിൽ നിന്ന് എടുത്തത് ഞങ്ങൾ തിരികെ എടുക്കുകയാണ് എന്നാണ് ട്രംപ് കൂട്ടിച്ചേർക്കുന്നത്. എണ്ണ കമ്പനികൾ വെനസ്വലയിൽ കുറഞ്ഞത് $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് ട്രംപ് പറയുന്നു. വെനസ്വലയുടെ എണ്ണ മേഖലയുടെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഏത് കമ്പനികൾക്കാണ് നിക്ഷേപം അനുവദിക്കുന്നത് എന്ന് ഈ ഭരണകൂടം തീരുമാനിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഈ പ്രശ്നങ്ങൾക്കിടയിലും കരീബിയൻ കടലിൽ വെനസ്വലയുമായി ബന്ധമുള്ള മറ്റൊരു എണ്ണക്കപ്പൽ കൂടി US പിടിച്ചെടുത്തു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയ്ക്ക് സമീപം അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ നിന്ന് US നേവിയും കോസ്റ്റ് ഗാർഡും ഒലീന എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ഈസ്റ്റ് ടിമോറിന്റെ പതാകയാണ് കപ്പലിലുണ്ടായിരുന്നത്. ഒലീനയുടേത് വ്യാജ രജിസ്ട്രേഷനാണെന്നും വെനസ്വലയിൽ നിന്ന് ഉപരോധം ലംഘിച്ച് രഹസ്യ എണ്ണക്കടത്ത് നടത്തുന്ന കപ്പൽ ശൃംഖലയുടെ ഭാഗമാണിതെന്നും US പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അടുത്തിടെ US പിടികൂടിയ 5ാമത്തെ കപ്പലാണ് ഒലീന. കഴിഞ്ഞ ആഴ്ച വെനസ്വലയിൽ നിന്ന് എണ്ണയുമായി പുറപ്പെട്ടതായിരുന്നു ഒലീന. US ഇടപെടൽ ഭയന്ന് വെനസ്വലയിലേക്ക് തന്നെ തിരിച്ച് യാത്ര ചെയ്യുന്നതിനിടെയാണ് പിടിക്കപ്പെടുന്നതും. അതേസമയം ബുധനാഴ്ച വടക്കൻ അറ്റ്ലാന്റിക്കിൽ നിന്ന് US പിടിച്ചെടുത്ത ബെല്ല 1 കപ്പലിലെ 2 റഷ്യൻ ജീവനക്കാരെ US വിട്ടയച്ചിരുന്നു. കപ്പലിലെ 28 ജീവനക്കാരിൽ 3 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഊർജ്ജ അത്യാഗ്രഹമാണെന്നും എല്ലായ്പ്പോഴും ട്രംപിന്റെ കണ്ണ് എണ്ണയിലായിരുന്നുവെന്നും വെനസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വിമർശിച്ചു. തന്റെ മുൻഗാമി നിക്കോളാസ് മഡൂറോയ്ക്ക് മേൽ US ചുമത്തിയ മയക്കുമരുന്ന് കടത്ത് അടക്കമുള്ള വകുപ്പുകളും അവർ നിരസിച്ചു. മയക്കുമരുന്ന് കടത്ത്, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ എല്ലാ നുണകളും ഒഴിവ് കഴിവുകളാണ്. എല്ലായ്പ്പോഴും വിഷയം എണ്ണ തന്നെയായിരുന്നു. സ്റ്റേറ്റ് ടെലിവിഷൻ TVയിൽ റോഡ്രിഗസ് ഇങ്ങനെയാണ് പറഞ്ഞത്. തങ്ങൾ ഒരു ഊർജ്ജ ശക്തി കേന്ദ്രമാണെന്നും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഒരു ഊർജ്ജ ശക്തി കേന്ദ്രമാണ്, എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കാരണം അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ അത്യാഗ്രഹം നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നും റോഡ്രിഗസ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.